എന്തായാലും നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര കോമഡിയാണ്. ഹലോ, ഈ അടുത്ത് 1, 2 പേരായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് റീറ്റെയിനർ ഉണ്ടോ? ഏത് റീറ്റെയിനർ ആണ് യൂസ് ചെയ്യുന്നത്? ഏതാണ് നല്ലത്? അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുകൂടാതെ ബ്രേസസ് ജേർണി എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. കാരണം ഞാൻ ഇവിടെ കാനഡയിലാണല്ലോ അത് റിമൂവ് ചെയ്തതൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു പഴയ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ എനിക്കുള്ള റീറ്റെയിനർ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള റീറ്റെയിനർ ആണ്. നമുക്ക് 2 തരത്തിലുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ഒറ്റ കമ്പിയും പിന്നെ ഈ പറയുന്ന ക്ലിയറും. അപ്പോൾ എനിക്ക് ഇവിടുന്ന് തന്നിട്ടുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരിക്കും കൂടുതൽ കൺവീനിയന്റ് എന്നും കൂടി ഒരു സജഷൻ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തത് ചൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ക്ലിയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് 6 മന്ത് രാവിലെയും രാത്രിയും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്പോയിൻറ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ അപ്പോയിൻറ്മെൻറ്റിന് ചെന്നപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ ഡേ ടൈമിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നൈറ്റ് പക്ഷേ കൃത്യമായിട്ടും യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഡേയും നൈറ്റും യൂസ് ചെയ്യാം. യൂസ് ചെയ്താൽ അത്രയും നല്ലതാണ്. യൂസ് ചെയ്യാതിരുന്നാൽ പല്ലിൻ്റെ ഷേപ്പ് പെട്ടെന്ന് തന്നെ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിട്ടുകൊണ്ട് ഫുഡൊന്നും കഴിക്കരുത്. പ്രത്യേകിച്ച് ലിക്വിഡ് ഫുഡ് ആയാൽ പോലും കളറുള്ളത് ഒന്നും തന്നെ യൂസ് ചെയ്യരുത്. ഇത് സ്റ്റെയിൻ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് ക്ലീൻ ചെയ്യേണ്ട രീതിയും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമൽ പല്ല് തേക്കുന്ന ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ പേസ്റ്റും ബ്രഷും ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വാഷ് ചെയ്യാം. അതിനുശേഷം ഒരു ടാബ്ലറ്റ് ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിൽ കുറച്ച് നേരം ഇട്ട് വച്ചേക്കാം. ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ടാബാണ് ഇതിൽ കാണിച്ചത്. ഈ ഒരു ക്ലിപ്പെന്ന് പറയുന്നത് ഞാൻ ബ്രേസസ് റിമൂവ് ചെയ്യാനായിട്ട് പോയപ്പോൾ എടുത്തതാണ്. ഒരു 1 1/2 ഇയർ ആയെന്ന് തോന്നുന്നു ഇത് എടുത്തതിന് ശേഷം. അപ്പോൾ അവിടെ നമ്മൾ ഇത് എടുക്കുന്ന സമയമായപ്പോഴേക്കും അതായത് ഇനിയിപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ എടുക്കുമെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ പല രീതിയിലുള്ള റബ്ബർ ബാൻഡ്സ് ആ ഒരു ഇലാസ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു. അതായത് ഓരോ തവണയും ചെല്ലുമ്പോൾ അവർ ചോദിക്കും ഇത്തവണ ഏത് കളർ വേണമെന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ പച്ച, മഞ്ഞ, ഓറഞ്ച് അങ്ങനെ ഒരുവിധം എല്ലാ കളറും പരീക്ഷിക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി ഇത് ഊരുന്ന ദിവസം എത്തി. ഞാനവിടെ ചെന്നിരിക്കുകയാണ്. ഇത് ഊരി കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. അതായത് നമ്മുടെ റീറ്റെയിനറിന് വേണ്ടിയിട്ടുള്ള അളവെടുക്കുന്നതാണ്. വളരെ കെയർഫുൾ ആയിട്ട് തന്നെയാണ് അവർ ഊരിയെടുക്കുന്നത്. ഇത് ഇത്രയും നാളായിട്ട് ഇത് ഇങ്ങനെ പല്ലിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പെയിനൊന്നുമില്ല. അവർ വളരെ കെയർഫുൾ ആയിട്ട് എടുക്കും. ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പാർട്ട് എന്ന് പറയുന്നത് ഈ വായിൽ ഇത് വെച്ചിട്ട് ഈ അളവെടുക്കുമ്പോൾ അതിന് ശേഷം കുറേ സാധനങ്ങൾ ഇങ്ങനെ ഒട്ടിയിരിക്കുമല്ലോ. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നൊരു കോമഡി എന്ന് പറയുന്നത് നാട്ടിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് ഒന്നും എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ പല്ലിൽ എന്ത് ചെയ്യുമ്പോഴും കണ്ണിൽ ഈ ഒരു സാധനമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം നമ്മളിത് എടുക്കുകയോ വെക്കുകയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിയിലാണ് ഇത് തരുന്നത്. എന്തായാലും നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര കോമഡിയാണ്. നാട്ടിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഇവിടെ വന്ന് കണ്ടിന്യൂ ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒട്ടിച്ചിട്ടുള്ള മുത്തുകളുണ്ടല്ലോ അതെല്ലാം സെയിം തന്നെയായിരുന്നു. ബാക്കി കുറച്ച് റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 3ഓ 4ഓ റിങ്ങുകളുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് പുതിയ റിങ്ങുകൾ എനിക്ക് ഇവിടുന്ന് ഇട്ട് തരുമായിരുന്നു. പിന്നെ ഉണ്ടായത് ബാക്കി ഇലാസ്റ്റിക്കുകളും കമ്പികളും ഒക്കെ ഓരോ തവണയും നമ്മൾ ഡോക്ടറുടെ വിസിറ്റിന് പോകുന്ന അനുസരിച്ച് മാറിയും തിരിഞ്ഞും ഒക്കെ ഇട്ട് തരുമായിരുന്നു. പിന്നെ റീറ്റെയിനറിൻ്റെ കാര്യവും നമുക്ക് നേരത്തെ കൂട്ടി പറഞ്ഞു തരും. ഏതൊക്കെ ടൈപ്പ് റീറ്റെയിനേഴ്സ് ആണ് ഉള്ളതെന്നും ഓരോന്നിൻ്റെയും പോസിറ്റീവും നെഗറ്റീവ്സും എല്ലാം നമ്മളോട് പറഞ്ഞു തന്നതിന് ശേഷമാണ് നമ്മൾ ഏതാണെന്ന് പറയേണ്ടത്. അപ്പം ഞാൻ ക്ലിയർ റീറ്റെയിനർ വേണം എന്നാണ് പറഞ്ഞത്. കാരണം കേട്ടിടത്തോളം എനിക്ക് അതാണ് കൂടുതൽ കംഫർട്ട് എന്ന് തോന്നിയിരുന്നു. അപ്പോൾ അതാണ് ഞാനും ചൂസ് ചെയ്തത്. നമ്മൾ ബ്രേസസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ റീറ്റെയിനർ തരുമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്പോയിൻറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ആയിരുന്നു. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് റീറ്റെയിനർ വാങ്ങിക്കാം. കാരണം ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ ഈവനിംഗ് വരെ പോയാൽ പോലും പല്ലിൻ്റെ പൊസിഷൻസ് ചിലപ്പോൾ മാറാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം തന്നെ വന്ന് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്ത് തുടങ്ങിക്കോളാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1 മാസത്തിന് ശേഷം വീണ്ടും ഒരു അപ്പോയിൻറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഒരു 6 മന്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും നെക്സ്റ്റ് അപ്പോയിൻറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇനിയിപ്പോൾ റീറ്റെയിനർ രാത്രി മാത്രമായിട്ട് യൂസ് ചെയ്താലും മതിയെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ ഇങ്ങനെ ഒരു ബ്രേസസ് ഇട്ടതിന് ശേഷം അതില്ലാതെ കാണുമ്പോൾ ശരിക്കും നമുക്കൊരു നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബ്രേസസ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വാൽക്കണ്ണാടി.